morning, children. Sit down. Sit down. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ രമ മിസ്സിന് പകരം വന്നാണ് ഞാൻ. രമ മിസ്സിനെ ആശുപത്രി ചേർത്തെന്ന് തൂപ്പേരി നാനിയമ്മ പറഞ്ഞു. കുട്ടി എന്താണ് അസുഖാത്ര? എന്താ കുട്ടിയുടെ പേര്? വത്സല മേനോൻ. വത്സലയോട് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായോ? സിറ്റ് ഡൗൺ. മിസ്സിന്റെ പേരെന്താ? മേഴ്സി കുര്യൻ. ഇനി നിങ്ങളെയൊക്കെ എനിക്ക് പരിചയപ്പെടണ്ടേ? കുട്ടിയുടെ പേരെന്താ? My name is Shruti. My father is a judge. My name is Preeta. My father is an MLA. Next. എൻ്റെ പേര് രശ്മി. എൻ്റെ അച്ഛൻ പുറരാജ്യത്താ. നാണയാണ് മിസ്. രശ്മിയുടെ അച്ഛൻ ജയിലിലാ. ഇയാളെ കൊന്നേന്. ഹലോ നമ്പീശൻ. നമ്പീശൻ ആരാന്നോ? നിന്റെ അമ്മയുടെ നായര്. മുല്ലപ്പള്ളി തറവാട്ടിലെ കാര്യസ്ഥൻ. ഈ നമ്പീശനകത്ത് നിനക്കൊക്കെ ജോലിയോ? അതും ഫോണിൽ കൂടി. വെക്കടാ ഫോൺ. മോളെ, കുട്ടിയമ്മി കുട്ടിക്കാലം വീർപ്പിച്ചോണ്ടാണല്ലോ വരവ്. കുട്ടിക്കാലം ഞാനിന്ന് പൊട്ടിക്കും. എന്നെ തൊടണ്ട. കുട്ടി എംഡി എന്ന് വിളിക്കണ്ട. നാട്ടിൽ ഏറ്റവും വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സുധാദേവി. ആ അമ്മയുടെ മോളെ കുട്ടിയമ്മി എന്ന് വിളിച്ചാൽ എന്താ തെറ്റ്? ആ ചായക്ക് എന്താ പലഹാരം എന്നറിയോ? രശ്മി മോക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം കിണ്ണിയപ്പം ഒന്നും വേണ്ട. അമ്മ ഇങ്ങ് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. ശിവശിവ, മൂന്നിനും മൂക്കത്താണ് ദേഷ്യം. മുൻകോപി ആയിരുന്നേലും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു മൂപ്പിന്ന്. അമ്മയോടും മോളോടും മല്ലടിക്കാൻ എന്നെ ഒറ്റക്കാക്കിട്ട് പോയി കളഞ്ഞില്ലേ? അമ്മാവാ, ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്. ഇടയ്ക്ക് ആരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ വരാൻ വൈകുമെന്ന് പറഞ്ഞാൽ മതി. രശ്മി മോൾ അല്പം അടഞ്ഞ മട്ട. കാപ്പി കൂടി കുടിക്കാതെ അമ്മയെയും കാത്ത് ഒരേ ഇരിപ്പാ. മോള് തന്നെ ചെന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. ഇപ്പഴേ വൈകി. മോളെ, എന്താ കാട്ടുന്നത്? ഞാനെന്റെ അച്ഛനെ നോക്കായിരുന്നു. ഇതിലൊന്നിലുമില്ല. എല്ലാത്തിലും അമ്മയും മുത്തച്ഛനും പിന്നെ ഞാനും മാത്രം. ഇനി അച്ഛൻ കത്തെഴുതുമ്പോ ഒരു ഫോട്ടോ അയച്ചു തരാൻ എഴുതാം. നീ ഇപ്പൊ പോയി കാപ്പ് കുടിക്കും. ഇല്ല, ഇന്ന് എനിക്ക് നേരെ അറിയണം. എന്റെ അച്ഛൻ ജയിലല്ലേ? അതും ആരും കൊന്നതിന്. അത് മോളോട് ആരോ വെറുതെ പറഞ്ഞതാ. അല്ല, സ്കൂളിൽ വെച്ച് എന്റെ ഫ്രണ്ട് പറഞ്ഞു. ഇത്രയും കാലം അമ്മ നുണ പറഞ്ഞല്ലേ? സത്യം പറഞ്ഞാലേ ഞാൻ അമ്മയെ വിടൂ. എല്ലാം അറിയണം നിനക്കല്ലടി. മുളച്ച് രണ്ടില വിരിഞ്ഞില്ല, അതിനുമുമ്പ് ഇത്ര അഹങ്കാരം. ഓസുരവിത്ത്. അതെ, നിന്റെ അച്ഛൻ കൊലയാളി തന്നെയാ. നിന്റെ മുത്തച്ഛനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന കൊലപ്പുള്ളിയുടെ മോളാ നീ. തൃപ്തിയായില്ല നിനക്ക്? എന്താ മോളെ കാണിക്കുന്നത്? അത് ഈ കുഞ്ഞിനോട്. ഇവളുടെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയ ഞാനിതൊക്കെ ഒളിച്ചു വെച്ചത്. ഒടുവിൽ കള്ളപ്പുള്ളിയെ പോലെ ഇവളെ എന്നെ വിസ്തരിക്കാൻ തുടങ്ങി. മോള് ഇതത്ര കാര്യമായി എടുക്കണ്ട. മോള് കരയാതെ. നമ്മുടെ സൂപ്രണ്ട് സാറും വിനയ മാസ്റ്റർ സംഗീതം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ബോറടിക്കാതെ കഴിയാം. രണ്ടിനും വെച്ച് കൂടുതൽ രസം ഏതാണ്? അത് നമ്മുടെ സൂപ്രണ്ട് സാർ തന്നെയാ, സംശയമില്ല.
സുകുമാരൻ പുറത്തേക്ക് വരൂ. സുകുമാരനെ കൊണ്ടുപോയി സുകുമാരക്കുറിപ്പ് ആക്കല്ലേ സാറേ? അതും അതിന്റെ അപ്പുറം ഇതിനകത്ത് നടക്കും. തന്റെ ഭാര്യ വന്ന് കാത്തു നിൽക്കുന്നു, കാണണമെങ്കിൽ വാ. സുകുമാരന്റെ ഒരു സന്തോഷം കണ്ടോ? ഇനി ഇല്ലാതിരിക്കും. അവനിവിടെ വന്നിട്ട് 5 ദിവസമേ ആയുള്ളൂ. മാഷ് വന്നിട്ട് 5 കൊല്ലമായി. ഇതുവരെ മാഷെ കാണാൻ ആരും വന്നു കണ്ടിരുന്നു. മാഷക്ക് സ്വന്തക്കാരുമില്ലേ? ആരുമില്ലായിരുന്നെങ്കിൽ എന്നാശിച്ചു പോവുകയാണ്. സാർ, ഡ്യൂട്ടിക്കിടെ വന്ന് ശല്യം ചെയ്യുന്നു പറഞ്ഞിട്ടില്ലേ? എന്താ വേണ്ടത്? വിസിറ്റേഴ്സ് ബുക്കിൽ കൗണ്ടർ സൈൻ ചെയ്യണമല്ലോ സാർ. ഓരോ ശല്യങ്ങള്. ഒരു ഫീമെയിൽ വിസിറ്റർക്ക് മാത്രമേ ഞാൻ അനുമതി കൊടുത്തിട്ടുള്ളൂ. ആ സ്ഥാനത്ത് 2 പേരെ കയറ്റിവിട്ടതാരാ? അവനെ ഞാനിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിന്റെയും തൊപ്പി പോയത് തന്നെ. ഒരക്ഷരം വേണ്ടി പോരുത്. ഭദ്രമേനോൻ സൂപ്രണ്ടായിരിക്കുന്ന ഈ ജയിലില് ഇത്തരം അഴിമതി നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാത്തിനും തൊലയ്ക്കും, വീണ്ടും വന്ന തൂക്കിലിട്ടുകളെയും. Attention, sir. അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നു വന്ന വിസിറ്റർ എവിടെ? ഐ വിൽ ഷൂട്ട് ഹിം. ഇവർ 2 പേര് മാത്രമേ വിസിറ്റേഴ്സ് ആയിട്ടുള്ളൂ സാർ. കൂടെയുള്ള ഒരു കുട്ടിയാണെന്ന് തനിക്ക് പറഞ്ഞു തൊലയ്ക്കാമായിരുന്നില്ലേ? ഇഡിയറ്റ്. അതിന് വാതുറക്കാൻ സാർ സമ്മതിച്ചില്ലല്ലോ. ഞാനെന്താ തന്നെ വായി കയറിയിരിക്കായിരുന്നോ? വിവരമില്ലാത്തവൻ. നോൺസെൻസ്. സർക്കാർ വക തൊപ്പി തലേ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എണ്ണത്തിനും വിവരമില്ല. അഹങ്കാരികൾ. നോൺസെൻസ്. എന്തേ? പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മുതലാളി അതിന്റെ ചെറിയൊരു അംശം മാത്രമായി 20% ബോണസ് തൊഴിലാളികൾക്ക് തന്നേ പറ്റൂ. പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം എടുക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ അതിലൊരു അംശം നിങ്ങൾക്കും കിട്ടണം. അതിലെ പ്രശ്നം. തൊഴിലാളികൾക്ക് ന്യായമായി കിട്ടേണ്ട ബോണസാണ് ഇവിടെ പ്രശ്നം. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ടൊന്ന് ഞങ്ങളെ ചതിക്കാനാണ് ഒരുക്കമെങ്കിൽ പണിമുടക്ക് തന്നെ ആയിരിക്കും എന്റെ ഫലം. നമ്മൾ 2 പേരും പറയുന്ന വിഷയം ഒന്ന് തന്നെ. അത് പറയുന്ന രീതിയിലാണ് വ്യത്യാസം. അതായത് കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ബോണസ് കിട്ടണം. അതെ, ഒരാഴ്ചക്കുള്ളിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പുറത്തു വരും. ലാഭം ഉണ്ടെങ്കിൽ തീർച്ചയായും ബോണസ് കിട്ടിയിരിക്കും. എന്താ പോരെ? എന്നാലും പണിമുടക്കിനെ പറ്റി മറക്കണ്ടെന്ന് മുതലാളിയോട് പറഞ്ഞേക്കണം. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നേതാവിന് പണിമുടക്കണം. ഈ നാടിന്റെ ഒരു ഗതികേട്. മിസ്റ്റർ